ഹലോ. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് മീഷോ പ്രോഡക്ട്സുമായിട്ടാണ്. ഞാൻ കുറച്ച് കുർത്ത സെറ്റ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പം ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും അടിക്കുക കേട്ടോ. പിന്നെ എന്തെങ്കിലും കൊമന്റ്സ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. നമുക്ക് വീഡിയോക്കുള്ളിൽ പോവാം. ആദ്യത്തെ കുർത്തി സെറ്റ് ഇതാണ്. നിങ്ങൾക്ക് കാണാം, ഇത് വന്നിട്ട് ഒരു നല്ല ഡാർക്ക് കോഫി ബ്രൗൺ കളറാണ്. ഇത് ആ ഫോട്ടോയിൽ കാണുന്ന അത്രക്കുള്ള ഷൈനിങ് ആ ഒരു കളർ അല്ല. നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് നെക്സ്റ്റ് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഒറിജിനൽ എങ്ങനെ ഇരിക്കുന്നവർ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഭയങ്കര അടിപൊളിയാണ്. എന്ന് വെച്ചാൽ ഈ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് മെയിൻ കാര്യം. ഇതിൽ അവർ വർക്ക് എങ്ങനെ കൊടുത്തേക്കുന്നത് വെച്ചാൽ എംബ്രോയിഡറി വർക്കാണ്. വൈറ്റ് ത്രെഡ് യൂസ് ചെയ്ത് എംബ്രോയിഡറി ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ സ്ലീവ്സ് ആണ് പറയേണ്ട കാര്യം. ഇത് ഫുൾ സ്ലീവ്സ് ആണ്. ഇതെങ്ങനെ വരുന്നത് വെച്ചാൽ ടോപ്പ് ടു ഇത് വരെ ഇവിടെ വരെ നോർമൽ ആയിട്ട് വന്നിട്ട് ഈ താഴ്ഭാഗം വരുമ്പോൾ ഫ്ലെയർ ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഇങ്ങനെ ഇടുമ്പോൾ ഫ്ലെയർ ആയിട്ടിരിക്കും. അതിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും എംബ്രോയിഡറി ഡിസൈൻ. പിന്നെ ഇതിന്റെ അകത്ത് ലൈനിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാന്ന് വെച്ചാൽ ഫുൾ ആയിട്ട് കൊടുത്തിട്ടില്ല. അതായത് നമ്മുടെ വേസ്റ്റ് വരുന്നില്ല അതുവരെ ലൈനിങ് ഉണ്ട്. പിന്നെ താഴോട്ട് ലൈനിങ് ഇല്ല. എന്നാലും എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സാധനം. പറയേണ്ട കാര്യം ഇതിന്റെ പാന്റ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് പ്ലെയിൻ ആയിട്ടല്ല പാന്റ് കൊടുത്തിരിക്കുന്നത്. ഈ താഴ്ഭാഗം വരുമ്പോൾ അതിലും അവർ എംബ്രോയിഡറി പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പാന്റ് കാണാൻ തന്നെ. പിന്നെ ഇതിന്റെ ഒപ്പം നമുക്ക് ഉള്ളത് ഒരു ഷോളും കൂടിയാണ്. നെറ്റാണ് ഈ ഷോള്. നല്ല ലേസ് ഒക്കെ വെച്ചിട്ട് പിന്നെ ഈ ഷോളൊന്നും എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഇട്ട് നോക്കിയാലോ. ഇതാണ് സെക്കൻഡ് കുർത്ത സെറ്റ്. ഇതും ആക്ച്വലി ഇത് വന്നിട്ട് എനിക്ക് കളർ അത്ര ഇഷ്ടപ്പെട്ടത് ഞാൻ എടുത്തതല്ല. പക്ഷെ എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ എടുത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഇഷ്ടപ്പെട്ടതിന്റെ കാര്യം എന്താണെന്നും കൂടി ഞാൻ പറയാം. ഇങ്ങനെയാണ് ഇതിന്റെ ടോപ്പ് വരുന്നത്. ഇത് വന്നിട്ടൊരു സിൽക്ക് മെറ്റീരിയൽ പോലെ അങ്ങനെ ഉള്ളതാണ്. പ്യോർ സിൽക്ക് ഒന്നും അല്ല, അങ്ങനെ ഷൈനി ആയിട്ടുള്ള ഒരു സിൽക്ക് കോട്ടൺ എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു ഇതിൽ അവർ കൊടുത്തേക്കുന്ന വർക്ക് വന്നിട്ട് ത്രെഡും പിന്നെ സീക്വൻസും ആണ്. നല്ല രസമുണ്ട്. വീനെക്കാണ് കൊടുത്തേക്കുന്നത്. ഈ നോർമൽ കൈയാണ്. ഇവിടെ വന്നിട്ട് ചെറുതായിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിന്റെ ഒരു കളറായിട്ട് വരുന്നത്. അതായത് ഒരു ലാവൻഡർ കളർ എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു കളറാണിത്. പിന്നെ ഇതിന്റെ ഒപ്പം പാന്റ് എങ്ങനെയാന്ന് വെച്ചാൽ നോർമൽ എലാസ്റ്റിക് പാന്റ് ആണ്. നോർമൽ എലാസ്റ്റിക് പാന്റ്. ഇതിന്റെ താഴ്ഭാഗം വരുമ്പോഴും അവര് ചെറുതായിട്ട് ആ ഹാൻഡിലുള്ള അതേ സാധനം കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കിതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഷോളാണ്. നല്ല രസമുണ്ട്. ആ ഡ്രസ് അത്ര സിമ്പിൾ ആണെങ്കിലും ഈ ഷോൾ ഇടുമ്പോൾ നല്ല ഗ്രാൻഡ് ആയിട്ട് തോന്നിക്കുന്ന ഒരു ഷോളാണ്. ഇതിന് ഇങ്ങനെ ബ്ലോക്ക് പ്രിന്റ്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇത് നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഇതിന്റെ ശരിക്കുള്ള മെറ്റീരിയൽ എന്താണെന്ന് വെച്ചാൽ റയോൺ എന്നാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കണ്ട ബ്രൗണിന്റെ അത്രക്കില്ല. ബിക്കോസ് റേറ്റ് ഡിഫറൻസ് ഉണ്ട് രണ്ടെണ്ണത്തിന്. സോ ഇത് കുറച്ച് ഓക്കെ ക്വാളിറ്റിയാണ്. ഈ ബഡ്ജറ്റിൽ ഉള്ള ക്വാളിറ്റി ഉണ്ട്. ഇതൊക്കെയാണ് ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനങ്ങൾ. ഈ മീഷോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം കുറെ സെല്ലർമാർ ഉള്ളതാണ്. അതായത് മീഷോ തന്നെയല്ല ഈ പ്രോഡക്ട്സ് തരുന്നത്. അതിന് കുറെ സെല്ലേഴ്സ് അവരുടെ പ്രോഡക്ട്സ് ഇടും, നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അങ്ങനത്തെയാണ്. നമുക്കും അതിൽ സെൽ ചെയ്യാൻ പറ്റും. അങ്ങനത്തെയാണ്. സോ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കാണും, ലോ ക്വാളിറ്റി സാധനങ്ങൾ കാണും. അതിലൊരു കുറച്ചുകൂടെ ഒരു വ്യക്തി ഇതെന്താണെന്ന് വെച്ചാൽ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടും. അതായത് ട്രൈ ചെയ്യാം. ബിക്കോസ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ ഉണ്ട്. പിന്നെയുള്ള മെയിൻ കാര്യം ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇനിയിപ്പം ഇത് രണ്ടും മറന്നാൽ പോലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇനി ഇതുപോലത്തെ വീഡിയോസ് ആയിട്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ.